ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് മുഖ്യമായിട്ടും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൈക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി, കൈ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുക എന്നുള്ളത്. കാരണം അങ്ങനെ നല്ല ഇതായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പം ഓരോ ഷേപ്പുകളൊക്കെ വരയ്ക്കാൻ, അല്ലെങ്കിൽ കണ്ണ്, ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഡ്രോയിങ് പ്രാക്ടീസാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് ജസ്റ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ് ഉണ്ടാകുന്നതായിരിക്കും. കാരണം നമുക്കൊരു ഫേസൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കൈ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടിരുന്നാൽ നമുക്ക് ആ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡ്രോയിങ്ങിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെയ്ഡിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പ്രൂവ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈൻസ് ഇങ്ങനെ വരച്ച് പോവുക. ഇപ്പം ഓരോ രീതിയിൽ വരയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് നേരെ വരയ്ക്കാം, അല്ലെങ്കിൽ ചെരിച്ച് വരയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ വരച്ച് പോവുക. ഇപ്പോൾ ഓരോ ഷേപ്പിൽ വരയ്ക്കുക, അല്ലെങ്കിൽ നേരെ വരയ്ക്കുക, ചെരിച്ച്, അങ്ങനെ ഓരോ രീതിയിൽ വരയ്ക്കില്ലേ. അപ്പോൾ ആ രീതിയിൽ വരച്ച് പോവുക. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഷേപ്പുകൾ, ഇങ്ങനെ റൗണ്ട് ഷേപ്പ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരയ്ക്കാം. ഇപ്പോൾ നമുക്കിങ്ങനെ ഇന്ന രീതി വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാൻ ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൈക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാനുള്ള ഒരു മെത്തേഡ്സാണ് ഇതൊക്കെ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എന്തൊക്കെയാണോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഇപ്പോൾ ഡ്രോയിങ് പ്രാക്ടീസ് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ഫേസ് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാകും നമുക്ക് കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഷേപ്പാണ്, ഓരോ വലിപ്പമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രാക്ടീസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കാമെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓരോന്നും ഓരോ രീതിക്ക് വരച്ചെടുക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും കണ്ണ് വ്യത്യാസം ഉണ്ടാകും, ഓരോരുത്തരുടെയും മൂക്കിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുമ്പം കൈക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വരച്ച് തുടങ്ങുന്നവർക്ക് ഉള്ളൊരു കാര്യം ഞാൻ മിക്ക പിടിക്കാത്ത പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഫേസ് ഫുള്ളായിട്ട് വരച്ച് പഠിക്കാണ്ട് ഫേസിലെ ഓരോ കാര്യങ്ങളും, ഓരോ പാർട്സ് നിങ്ങൾ പ്രത്യേകം വരച്ച് പഠിക്കുക. മൂക്ക്, കണ്ണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകം വരച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഫേസ് ഫുള്ളായിട്ടുള്ള വരയ്ക്കാൻ നോക്കിയാൽ മതി. തുടക്കത്തിലേക്ക് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം നമ്മൾ ഓരോ കാര്യങ്ങളും വരച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നല്ല രീതിയിൽ ആ ഡ്രോയിങ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ നമ്മൾ മൂക്ക് വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ മൂക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നേരെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ കണ്ണാണെങ്കിലും അതെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ വരയ്ക്കുമ്പോൾ ഓരോ സൈസിൽ വരയ്ക്കുക. പിന്നെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്തി വരയ്ക്കുക, ചെറുതായിട്ട് വരയ്ക്കുക, പിന്നെ വലിപ്പത്തിൽ വരയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ മൂക്ക് ഒരു സൈഡിൽ തന്നെ, അല്ലെങ്കിൽ ഒരു രീതിയിൽ തന്നെ വരയ്ക്കാണ്ട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരച്ച് പോവുക. പിന്നെ വരച്ച് പോകുന്നതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്യാനൊരു പ്രാക്ടീസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ കുറച്ച് മെത്തേഡ്സൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് നാളത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ല രീതിയിൽ. അതിനുശേഷം നിങ്ങൾ പിന്നീട് ഇതുപോലെ ഓരോ പാർട്സായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് കൈക്കൊരു നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും.
അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ വരച്ച് ഒന്ന് പ്രാക്ടീസ് ആയ ശേഷം മാത്രം നിങ്ങൾക്ക് ഫേസ് വരച്ച് തുടങ്ങാം. അപ്പോൾ ഫേസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോ നോക്കാണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഫേസ് ഒന്ന് വരച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോഴൊക്കെ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും ശരിയാവണം നിർബന്ധമില്ല. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഫേസ് വരയ്ക്കുക. അത് ഈ പറഞ്ഞ പോലെ ഡിഫറൻ്റ് ആയിട്ട് വരയ്ക്കുക. 2 രീതിയിൽ വരയ്ക്കാം. നിങ്ങൾക്ക് ആണുങ്ങളുടെ മുഖം വരയ്ക്കാം, അതുപോലെ പെണ്ണുങ്ങളുടെ മുഖം വരയ്ക്കാം. അപ്പം ഓരോന്നും വരച്ച് ഓരോരുത്തരെയും വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പിന്നീട് ഫോട്ടോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡ്രോയിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഷെയ്ഡിങ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. അപ്പോൾ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ അടുത്ത ദിവസമായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഡ്രോയിങ് നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക.